ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടത് ആറ്റം, മോളിക്യൂൾ ഒക്കെ എന്താണെന്ന് പഠിച്ചു, ഡെഫിനിഷൻസ് പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആറ്റത്തിന്റെ ഘടനയും സ്ട്രക്ചർ ഓഫ് ആറ്റം. പല ശാസ്ത്രജ്ഞന്മാരും ആറ്റം ഘടന വിശദീകരിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടവയാണ് ജെ തോമസിന്റെ പ്ലം പുഡിംഗ് മോഡൽ, ഡാൾട്ടന്റെ ബില്ലിയാർഡ് മോഡൽ, റുദർഫോർഡും നീൽസ് ബോറും ചേർന്ന് തയ്യാറാക്കിയ സോളാർ സിസ്റ്റം മോഡൽ അഥവാ സൗരയുധ മാതൃക എന്നിവ. സോളാർ സിസ്റ്റം മോഡൽ ആദ്യമായി ആവിഷ്കരിച്ചത് ഏണസ്റ്റ് റുദർഫോർഡ് ആണ്. അതിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തുകയാണ് നീൽസ് ബോർ എന്ന ശാസ്ത്രജ്ഞൻ ചെയ്തത്. അതുകൊണ്ട് തന്നെ റുദർഫോർഡ് ബോർ ആറ്റം മോഡൽ എന്നാണ് സോളാർ സിസ്റ്റം മോഡലിനെ അറിയപ്പെടുന്നത്. ഇതാണ് സോളാർ സിസ്റ്റം മോഡൽ. അതായത് നമ്മുടെ സൗരയൂഥത്തിൽ സൂര്യൻ സെന്ററിലും അതിനു ചുറ്റും ഗ്രഹങ്ങളും സഞ്ചരിക്കുന്നത് പോലെ ആറ്റത്തിന്റെ കേന്ദ്രം എന്ന് പറയുന്ന ഒരു ഭാഗം ഉണ്ടാവും. ആ ഭാഗത്തിനെ പറയുന്ന പേരാണ് ന്യൂക്ലിയസ്. സൗരയൂഥത്തിൽ ഗ്രാവിറ്റിയാണ് ഗ്രഹങ്ങളെ ചേർത്ത് നിർത്തുന്നതെങ്കിൽ ഇവിടെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണ് ഈ കണങ്ങളെ ചേർത്ത് നിർത്തുന്നത്. ഈ ന്യൂക്ലിയസിനുള്ളിലെ കണങ്ങളാണ് പ്രോട്ടോണുകളും ന്യൂട്രോണുകളും. ന്യൂക്ലിയസിനുള്ളിലെ കണങ്ങളായതുകൊണ്ട് പ്രോട്ടോൺസിനെയും ന്യൂട്രോൺസിനെയും ന്യൂക്ലിയോൺസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ന്യൂക്ലിയസിന് ചുറ്റുമായി ഉള്ള പാതകളെ പറയുന്ന, കണങ്ങൾ സഞ്ചരിക്കുന്ന പാതകളെ പറയുന്ന പേരാണ് ഷെൽ അഥവാ ഓർബിറ്റ്. ഈ ഷെല്ലുകളിൽ കൂടി ചലിക്കുന്ന കണങ്ങളാണ് ഇലക്ട്രോണുകൾ. ഇവയാണ് ഇലക്ട്രോണുകൾ. ഈ ഭാഗത്ത് പറയുന്ന ഓരോരോ ചെറിയ പോയിന്റ്സും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓരോ പോയിന്റും വിട്ടുപോകാതെ ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മൾ പറഞ്ഞതിൽ തന്നെ ആറ്റത്തിന്റെ കേന്ദ്രം ന്യൂക്ലിയസ്. ന്യൂക്ലിയസിലെ കണങ്ങൾ പ്രോട്ടോണും ന്യൂട്രോണും. പ്രോട്ടോണിനും ന്യൂട്രോണിനും അല്ലെങ്കിൽ ന്യൂക്ലിയസിലെ കണങ്ങളെ അറിയപ്പെടുന്ന പേരാണ് ന്യൂക്ലിയോൺസ്. ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ സഞ്ചരിക്കുന്ന പാതകളെ വിളിക്കുന്ന പേരാണ് ഷെല്ലുകൾ. ഷെല്ലുകളിൽ കൂടി ചലിക്കുന്ന കണങ്ങളാണ് ഇലക്ട്രോണുകൾ. അപ്പോൾ ആറ്റത്തിലെ ചലിക്കുന്ന കണം എന്നറിയപ്പെടുന്നത് ഇലക്ട്രോൺസ് ആണ്. ഇനി നമുക്ക് ഇത് ഓരോന്നും കണ്ടുപിടിച്ചത് ആരാണെന്ന് നോക്കാം. നമുക്കറിയാം ആറ്റം കണ്ടുപിടിച്ചത് ജോൺ ഡാൾട്ടൺ ആണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആറ്റത്തിലെ ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് ആരായിരിക്കും? ഏണസ്റ്റ് റുദർഫോർഡ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത്. ഏണസ്റ്റ് റുദർഫോർഡ്. നമ്മൾ കെമിസ്ട്രിയിൽ രണ്ട് റുദർഫോർഡുകളെ പഠിക്കുന്നുണ്ട്. ഒന്ന് ഇദ്ദേഹമാണ് ഏണസ്റ്റ് റുദർഫോർഡ്, മറ്റൊന്ന് ഡാനിയൽ റുദർഫോർഡ് ആണ്. നൈട്രജൻ കണ്ടുപിടിച്ച വ്യക്തിയാണ് ഡാനിയൽ റുദർഫോർഡ്. ഏണസ്റ്റ് റുദർഫോർഡ് ആണ് ന്യൂക്ലിയസ് കണ്ടുപിടിച്ചതും ന്യൂക്ലിയസിനുള്ളിലെ കണമായ പ്രോട്ടോണിനെ കണ്ടുപിടിച്ചതും ഫാദർ ഓഫ് ന്യൂക്ലിയർ സയൻസ് എന്നറിയപ്പെടുന്നതും. ആൽഫ, ബീറ്റ, ഗാമ കണങ്ങളൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. അതിലെ ആൽഫ കണങ്ങളെയും ബീറ്റ കണങ്ങളെയും കണ്ടുപിടിക്കുകയും ഗാമ കണങ്ങൾക്ക് പേര് കൊടുക്കുകയും ചെയ്ത ശാസ്ത്രജ്ഞൻ ഏണസ്റ്റ് റുദർഫോർഡ് ആണ്. ഇനി അടുത്ത കണമാണ് ന്യൂട്രോൺ. അപ്പൊ ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ആരാ? ന്യൂട്രോൺ കണ്ടുപിടിച്ച വ്യക്തിയുടെ പേരാണ് ജെയിംസ് ചാഡ്വിക്. ജെയിംസ് ചാഡ്വിക് ആണ് ന്യൂട്രോൺ കണ്ടുപിടിച്ചത്. ഇലക്ട്രോൺ കണ്ടുപിടിച്ചയാളാണ് ജെ തോമസ്. നമ്മൾ അല്പം മുമ്പ് പറഞ്ഞിരുന്നു പ്ലം പുഡിംഗ് മോഡൽ ഓഫ് ആറ്റം ആവിഷ്കരിച്ച വ്യക്തിയായിരുന്നു ജെ തോമസ്. അദ്ദേഹമാണ് ഇലക്ട്രോണുകളെ കണ്ടെത്തിയത്. അപ്പൊ ഇത് ഓർത്തിരിക്കാനായിട്ട് ഉള്ള ഒരു കീവേഡ് ആണ് പെൻ RTC. പ്രോട്ടോൺ റുദർഫോർഡ്, ഇലക്ട്രോൺ തോംസൺ, ന്യൂട്രോൺ ചാഡ്വിക്. ഈ കോഡ് ഓർത്ത് വയ്ക്കുക. പെൻ RTC. ഇതാണ് ആറ്റത്തിലെ കണങ്ങൾ കണ്ടുപിടിച്ച ആളുകളുടെ പേര്. അപ്പോൾ ആറ്റത്തിൽ ഈ മൂന്ന് കണങ്ങൾ മാത്രമാണോ ഉള്ളത്? പ്രോട്ടോണും ന്യൂട്രോണും ഇലക്ട്രോണും മാത്രമാണോ ആറ്റത്തിലുള്ളത്? അല്ല.
വേറെയും കണങ്ങളുണ്ട്. അപ്പൊ എന്താണ് ഈ കണങ്ങളുടെ പ്രത്യേകത? അല്ലെങ്കിൽ പ്രോട്ടോണും ന്യൂട്രോണും ഇലക്ട്രോണും എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ഇവയെ ഫണ്ടമെന്റൽ പാർട്ടിക്കിൾസ് അഥവാ മൗലിക കണങ്ങൾ, ആറ്റത്തിലെ മൗലിക കണങ്ങൾ എന്നറിയപ്പെടുന്നവയാണ് പ്രോട്ടോണും ന്യൂട്രോണും ഇലക്ട്രോണും. ഇനി നമുക്ക് ഇവയുടെ ഓരോന്നിന്റെയും ചാർജ് എന്താണെന്ന് നോക്കാം. പ്രോട്ടോണിന്റെ ചാർജ് പോസിറ്റീവ് ആണ്, പി ഫോർ പോസിറ്റീവ് ആണ്. അപ്പൊ ന്യൂട്രോണിന് നെഗറ്റീവ് ചാർജ് ആണോ ഉള്ളത്? അല്ല. ആറ്റത്തിലെ ചാർജ് ഇല്ലാത്ത കണങ്ങളാണ് ന്യൂട്രോൺ. ആറ്റത്തിലെ പോസിറ്റീവ് ചാർജുള്ള കണമാണ് പ്രോട്ടോൺ, ചാർജ് ഇല്ലാത്ത കണമാണ് ന്യൂട്രോൺ. അപ്പൊ പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോണും ചാർജ് ഇല്ലാത്ത ന്യൂട്രോണും ഉള്ള ഈ ന്യൂക്ലിയസിന് എന്തെങ്കിലും ചാർജ് ഉണ്ടാവുമോ? ന്യൂക്ലിയസിന്റെ ചാർജ് ആണ് പോസിറ്റീവ് ചാർജ്. നമ്മൾ പറഞ്ഞു ന്യൂക്ലിയസിന് ചുറ്റുമുള്ള പാതകളിൽ കൂടി ചലിക്കുന്ന കണങ്ങളാണ് ഇലക്ട്രോണുകൾ. ഈ ഇലക്ട്രോണുകൾക്ക് നെഗറ്റീവ് ചാർജ് ആണ് ഉള്ളത്. അപ്പോൾ ആറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണം ഏതാണ്? ഇലക്ട്രോൺസ്. പോസിറ്റീവ് ചാർജുള്ള കണം പ്രോട്ടോൺ, ചാർജ് ഇല്ലാത്ത കണം ന്യൂട്രോൺ, നെഗറ്റീവ് ചാർജുള്ള കണം ഇലക്ട്രോൺ. അപ്പോൾ പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോണും നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണും ഉള്ള ഒരു ആറ്റത്തിന്റെ ചാർജ് എന്തായിരിക്കും? ആറ്റത്തിന്റെ ചാർജ് ഉണ്ടാവും? ഇല്ല, ആറ്റത്തിന് ചാർജ് ഇല്ല. ആറ്റം ഈസ് ന്യൂട്രൽ. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ആറ്റം വൈദ്യുതപരമായി നിർവീര്യമായിരിക്കാൻ കാരണമെന്ത് എന്ന് ചോദിച്ചാൽ പ്രോട്ടോണുകളുടെയും ഇലക്ട്രോണുകളുടെയും എണ്ണം തുല്യമാണ് എന്നതാണ് ആൻസർ. അതായത് ഒരു ആറ്റത്തിന്റെ ന്യൂക്ലിയസിൽ 5 പ്രോട്ടോണുകളാണ് ഉള്ളതെങ്കിൽ അത്രയും തന്നെ എണ്ണം ഇലക്ട്രോണുകൾ അവിടെ ഉണ്ടാവും. അല്ലെങ്കിൽ 10 പ്രോട്ടോൺസ് ഉണ്ടെങ്കിൽ 10 ഇലക്ട്രോൺസും ഉണ്ടാവും. പ്രോട്ടോൺസിന്റെയും ഇലക്ട്രോൺസിന്റെയും എണ്ണം തുല്യമായിരിക്കും. അപ്പോൾ ഒരു ആറ്റത്തിനുള്ളിൽ പ്രോട്ടോൺസിന്റെ അല്ലെങ്കിൽ ഇലക്ട്രോൺസിന്റെ എണ്ണത്തിന് നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഓർ ഇലക്ട്രോൺസിനെ പറയുന്ന പേരാണ് ആറ്റോമിക് നമ്പർ. ആറ്റോമിക് നമ്പർ. അപ്പൊ ന്യൂക്ലിയസിനുള്ളിൽ പ്രോട്ടോണും ന്യൂട്രോണും ഉണ്ടല്ലോ. ന്യൂക്ലിയസിനുള്ളിലെ പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെയും ആകെ എണ്ണത്തിനെ പറയുന്ന പേരാണ്, അതായത് ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ്, അതിനെ പറയുന്ന പേരാണ് ആറ്റോമിക് മാസ് ഓർ മാസ് നമ്പർ. ആറ്റോമിക് മാസ് ഓർ മാസ് നമ്പർ. ഇനി നമുക്ക് എവിടെയാണ് ഈ ആറ്റോമിക് നമ്പറും മാസ് നമ്പറും ഒക്കെ ആവശ്യം വരിക? എവിടെയാണ് നമ്മളിത് കാണുക? നമ്മളൊരു എലമെന്റ് എഴുതിയാൽ എലമെന്റ് സിമ്പിൾ 2He4 ഒരു ഹീലിയത്തെ സൂചിപ്പിക്കാൻ വേണ്ടി എഴുതുന്ന സിമ്പിൾ ആണ് 2He4. ഇതിൽ ലെഫ്റ്റ് സൈഡിൽ താഴെ കൊടുത്തിരിക്കുന്ന ഈ നമ്പർ ആണ് ഇവിടുത്തെ ആറ്റോമിക് നമ്പർ. അതായത് ഈ സിമ്പിൾ കാണുമ്പോൾ, ഈ നമ്പർ കാണുമ്പോൾ നമുക്കറിയാം ഈ ആറ്റത്തിനുള്ളിൽ 2 പ്രോട്ടോൺസ് ഉണ്ട്, 2 ഇലക്ട്രോൺസ് ഉണ്ട്. ആകെ എണ്ണമല്ല, 2 പ്രോട്ടോൺസും ഉണ്ട്, 2 ഇലക്ട്രോൺസും ഉണ്ട്. പി ഓർ ഇ ആണ്. ഇനി മുകളിൽ എഴുതിയിരിക്കുന്ന, വലതുവശത്ത് മുകളിൽ എഴുതിയിരിക്കുന്ന ഈ നമ്പർ ആണ് ഇതിന്റെ ആറ്റോമിക് മാസ്. ഹീലിയത്തിന്റെ ആറ്റോമിക്, ഒരു ഹീലിയം ആറ്റത്തിന്റെ മാസ് എത്ര എന്ന് ചോദിച്ചാൽ ഈ മുകളിൽ എഴുതിയിരിക്കുന്ന നമ്പർ, അതായത് 4 ആണ് ഹീലിയം ആറ്റത്തിന്റെ മാസ്, അല്ലെങ്കിൽ മാസ് നമ്പർ എന്നാണ് ഈ നമ്പറിനെ അറിയപ്പെടുന്നത്. ആറ്റോമിക് മാസ് അല്ലെങ്കിൽ മാസ് നമ്പർ. അപ്പൊ എന്തിന്റെ എണ്ണം മാസ് നമ്പർ എന്ന് പറയുന്നത്? പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെയും ആകെ എണ്ണത്തിനെ പറയുന്ന പേരാണ് മാസ് നമ്പർ അഥവാ ആറ്റോമിക് മാസ്. ഇനി നമ്മൾ പറഞ്ഞു പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജ് ഉണ്ട്, ന്യൂട്രോണിന് ചാർജ് ഇല്ല, ഇലക്ട്രോണിന് ചാർജ് ഉണ്ടെന്ന്. അപ്പോൾ ഒരു ചാർജ് ഉണ്ടെങ്കിൽ ആ ചാർജിന് ഒരു വാല്യൂ ഉണ്ടാവും, അല്ലേ? ഒരു മൂല്യം ഉണ്ടാവും. അപ്പോൾ കഴിഞ്ഞ LDC പരീക്ഷയ്ക്ക് 2018 നടന്ന LDC പരീക്ഷയ്ക്ക് കോട്ടയം ജില്ലയിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, ഇലക്ട്രോൺ ചാർജിന്റെ മൂല്യം നിർണ്ണയിച്ച ശാസ്ത്രജ്ഞൻ ആര്? മില്ലിക്കൺ എന്ന ശാസ്ത്രജ്ഞനാണ് ഇലക്ട്രോൺ ചാർജിന്റെ മൂല്യം നിർണ്ണയിച്ചത്. മില്ലിക്കൺ ആണ് ഇലക്ട്രോൺ ചാർജിന്റെ മൂല്യം നിർണ്ണയിച്ചത്. ഇലക്ട്രോണിന്റെ മാത്രമല്ല പ്രോട്ടോണിന്റെയും ചാർജുകളുടെ മൂല്യം നിർണ്ണയിച്ച ശാസ്ത്രജ്ഞന്റെ പേരാണ് മില്ലിക്കൺ. അപ്പൊ എത്രയാണ് ആ ചാർജിന്റെ വാല്യൂ നോക്കാം. പ്രോട്ടോൺ ചാർജിന്റെ വാല്യൂ എന്ന് പറയുന്നത് 1.602 into 10⁻⁻⁹. ചാർജിന്റെ യൂണിറ്റ് എന്താ? കുളോം. ഇലക്ട്രോൺ ചാർജിന്റെ വാല്യൂ എന്ന് പറയുമ്പോൾ നമ്പർ സെയിം തന്നെയാണ്, ഒരു മൈനസ് ആയിട്ട് കൊടുക്കാം. -1.602 into
10⁻⁻19 കൂളോം നേടിയാണ്. -19 കൂളോം ആണ് ഇലക്ട്രോൺ ചാർജിന്റെ വാല്യൂ. അപ്പോൾ ചാർജ് ഉണ്ടെങ്കിൽ അതിനൊരു വാല്യൂ ഉണ്ടാവും. പ്രോട്ടോൺ ചാർജിന്റെ വാല്യൂ എന്ന് പറയുന്നത് 1.602 × 10⁻⁻19 കൂളോം ആണ്. ഇലക്ട്രോൺ ചാർജിന്റെ വാല്യൂ എന്ന് പറയുന്നത് -1.602 × 10⁻⁻19 കൂളോം ആണ്. അപ്പോൾ പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജ് ഉണ്ട്, ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജ് ഉണ്ട്. ഈ ചാർജിന് രണ്ടിനും ഒരു വാല്യൂ ഉണ്ടെന്ന് പറഞ്ഞു. ആ വാല്യൂസ് ആണ് എഴുതിയിരിക്കുന്നത്. പ്രോട്ടോണിന്റെ വാല്യൂ 1.602 × 10⁻⁻19 കൂളോം ആണ്. ഇലക്ട്രോണിന്റെ വാല്യൂ -1.602 × 10⁻⁻19 കൂളോം ആണ്. ഇത് രണ്ടും തെളിയിച്ച വ്യക്തിയാണ് നീലി. ഇനിയിപ്പോൾ നമുക്ക് ഇതിലെ ഓരോന്നിനും ഈ പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെയും ഇലക്ട്രോണിന്റെയും ഒക്കെ മാസ് എന്താണെന്നോ അല്ലെങ്കിൽ മാസിന്റെ അടിസ്ഥാനത്തിൽ ഇവയെ ഹെവിയസ്റ്റ് പാർട്ടിക്കിൾ എന്നും ലൈറ്റസ്റ്റ് പാർട്ടിക്കിൾ എന്നും ഒക്കെ തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കൂട്ടത്തിലെ ഹെവിയസ്റ്റ് പാർട്ടിക്കിൾ ഏതായിരിക്കും? ചാർജ് ഇല്ലാത്ത കണമായ ന്യൂട്രോൺ ആണ് ആറ്റത്തിലെ ഹെവിയസ്റ്റ് പാർട്ടിക്കിൾ അഥവാ മാസ് കൂടുതലുള്ള കണം എന്നറിയപ്പെടുന്നത്. ലൈറ്റസ്റ്റ് പാർട്ടിക്കിൾ എന്നറിയപ്പെടുന്നത് നെഗറ്റീവ് ചാർജുള്ള കണമായ ഇലക്ട്രോണുകളാണ്. അപ്പോൾ നോക്കാം, ഒരു ന്യൂട്രോണിന്റെ മാസ് എന്ന് പറയുന്നത് 1.674 × 10⁻⁻27 kilograms ആണ്. പ്രോട്ടോണിന്റെ മാസ് 1.672 × 10⁻⁻27 kilograms ആണ്. ഇലക്ട്രോണിന്റെ മാസ് 9.11 × 10⁻⁻31 kilograms ആണ്. ഇലക്ട്രോണിന്റെ മാസ് പല പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കഴിഞ്ഞ LDC പരീക്ഷയ്ക്ക് കോട്ടയം ജില്ലയിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, ഒരു പ്രോട്ടോണിന്റെ മാസ് എത്രയായിരിക്കും എന്ന് ചോദിച്ചാൽ 1.672 × 10⁻⁻27 kilograms എന്നതാണ് ആൻസർ. നമ്മളിവിടെ ആറ്റോമിക് നമ്പറും മാസ് നമ്പറും ഒക്കെ പറഞ്ഞു. ഹീലിയത്തിന്റെ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞു. അതും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. കഴിഞ്ഞ LDC പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. 17 ക്ലോറിൻ 35. ഇത് ക്ലോറിൻ Cl സിമ്പിൾ തന്നോണമെന്ന് നിർബന്ധമൊന്നുമില്ല. ചിലപ്പോൾ X എന്നോ R എന്നോ ഒക്കെ എന്തെങ്കിലും സിമ്പിൾ ആയിരിക്കും തരുന്നത്. ഇതുപോലെ ഒരു എക്സാമ്പിൾ തരും. താഴെ ആറ്റോമിക് നമ്പർ ഉണ്ടാവും, മുകളിൽ മാസ് നമ്പറും കൊടുത്തിരിക്കും. ഇതിൽ നിന്ന് നമ്മളോട് നമ്പർ ഓഫ് ന്യൂട്രോൺസ്, ഇതിലെ ന്യൂട്രോണുകളുടെ എണ്ണം എത്ര എന്ന് കണ്ടുപിടിക്കാനാണ് ചോദിക്കുന്നത്. നമുക്കറിയാം താഴെ കൊടുത്തിരിക്കുന്നത് പ്രോട്ടോണിന്റെ അല്ലെങ്കിൽ ഇലക്ട്രോണിന്റെ എണ്ണമാണ്, മുകളിൽ കൊടുത്തിരിക്കുന്നത് പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെയും ആകെ എണ്ണമാണ്. അപ്പോൾ നമ്പർ ഓഫ് ന്യൂട്രോൺസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 35 - 17 18 എന്ന് പറയുന്നതായിരിക്കും ഇതിനകത്തെ ക്ലോറിൻ ആറ്റത്തിനുള്ളിലെ ന്യൂട്രോണുകളുടെ എണ്ണം. ഇത് പ്രോട്ടോണിന്റെ എണ്ണം, ഇത് പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെയും ആകെയാണ്. അപ്പോൾ P+N-നകത്തുനിന്ന് P - ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ന്യൂട്രോണിന്റെ എണ്ണം. അപ്പൊ നമ്മൾ പറഞ്ഞു ആറ്റത്തിനുള്ളിലെ മൗലിക കണങ്ങളാണ് പ്രോട്ടോണും ന്യൂട്രോണും ഇലക്ട്രോണും. ഇതല്ലാതെയും കണങ്ങൾ ആറ്റത്തിനുള്ളിലുണ്ട്. ആറ്റത്തിലെ കണങ്ങളെ വിളിക്കുന്ന പേരാണ് സബ് ആറ്റോമിക് പാർട്ടിക്കിൾസ് അഥവാ സബ് ആറ്റോമിക കണം. അപ്പോൾ ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജ് ആണുള്ളത് നമുക്കറിയാം. പോസിറ്റീവ്ലി ചാർജ് ഇലക്ട്രോൺസ് എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ ഇലക്ട്രോൺ വിപരീതമായ കണങ്ങൾ എന്നറിയപ്പെടുന്നവയാണ് പോസിട്രോൺ. പാർട്ടിക്കിൾ ഓപ്പോസിറ്റ് ടു ഇലക്ട്രോൺ ഈസ് കോൾഡ് പോസിട്രോൺ. പോസിട്രോൺ കണ്ടുപിടിച്ച വ്യക്തിയാണ് കാൾ ആൻഡേഴ്സൺ. അതുപോലെ പ്രോട്ടോണിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള പാർട്ടിക്കിൾ ആണ് ആന്റി പ്രോട്ടോൺ. ആന്റി പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ഓവൻ ചേംബർലൈനും എമിലിയോ സെഗ്ലിയും. പാർട്ടിക്കിൾ ഓപ്പോസിറ്റ് ടു ന്യൂട്രോൺ എന്നറിയപ്പെടുന്നവയാണ് ആന്റി ന്യൂട്രോൺ. ആന്റി ന്യൂട്രോൺ കണ്ടുപിടിച്ചയാളാണ് ബ്രൂസ് കോൺ. അപ്പൊ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്നും കൂടെ ഒന്ന് കൺക്ലൂഡ് ചെയ്യാം. ആറ്റം കണ്ടുപിടിച്ചത് ജോൺ ഡാൾട്ടൺ ആണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു. ആറ്റം മോഡൽ പല ശാസ്ത്രജ്ഞന്മാരും പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട മോഡലുകളാണ് ജെ തോംസന്റെ പ്ലം പുഡിംഗ് മോഡൽ, അതുപോലെ ഡാൾട്ടന്റെ ബില്ലിയാർഡ് ബോൾ മോഡൽ, മൂന്നാമത്തെ മോഡലായ സോളാർ സിസ്റ്റം മോഡൽ റുദർഫോർഡും നീൽസ് ബോറും കൂടി ആവിഷ്കരിച്ച സോളാർ സിസ്റ്റം മോഡൽ അഥവാ സൗരയുധ മാതൃക. ഇവയ്ക്ക് സോളാർ സിസ്റ്റം മോഡലാണ് നമ്മളിപ്പം പഠിച്ചുകൊണ്ടിരുന്നത്. അത് പ്രകാരം ആറ്റത്തിനൊരു കേന്ദ്രമുണ്ട്. അതിനെ പറയുന്നവരാണ് ന്യൂക്ലിയസ്. ന്യൂക്ലിയസിലെ കണങ്ങളാണ് പ്രോട്ടോൺസും ന്യൂട്രോൺസും. ന്യൂക്ലിയസിന് ചുറ്റും കണങ്ങൾ സഞ്ചരിക്കുന്ന പാതകളാണ് ഷെല്ലുകൾ. ഷെല്ലുകളിലൂടെ സഞ്ചരിക്കുന്ന കണങ്ങളെ അല്ലെങ്കിൽ ആറ്റത്തിലെ ചലിക്കുന്ന കണം എന്നറിയപ്പെടുന്നതാണ് ഇലക്ട്രോൺ. ഇതിൽ പ്രോട്ടോണിന്റെ ന്യൂക്ലിയസിനുള്ളിലെ കണങ്ങൾ പ്രോട്ടോൺസും ന്യൂട്രോൺസും ആയതുകൊണ്ട് അവയെ നമ്മൾ ന്യൂക്ലിയോൺസ് എന്ന് വിളിക്കും. പ്രോട്ടോണിന്റെ ചാർജ് പോസിറ്റീവ്, ന്യൂട്രോണിന്റെ ചാർജ് ഇല്ല, ഇലക്ട്രോണിന്റെ ചാർജ് നെഗറ്റീവ് ചാർജ്. പ്രോട്ടോൺ കണ്ടുപിടിച്ചതും ന്യൂക്ലിയസ് കണ്ടുപിടിച്ചതും ഏണസ്റ്റ് റുദർഫോർഡ് ആണ്.
ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക് ആണ്. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് J.J. തോംസൺ. പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജും ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജും ഉള്ളത് കൊണ്ട് അവയ്ക്ക് ആ ചാർജിന് ഒരു വാല്യൂ ഉണ്ട്. ആ വാല്യൂ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാണ് മില്ലിംഗൻ. പിന്നെ ഇതിനെ ഓരോന്നിനെയും മാസിന്റെ അടിസ്ഥാനത്തിൽ ഹെവിയസ്റ്റ് പാർട്ടിക്കിൾ ലൈറ്റസ്റ്റ് പാർട്ടിക്കിൾ എന്ന് തിരിച്ചിരിക്കുന്നു. ഹെവിയസ്റ്റ് പാർട്ടിക്കിൾ എന്നറിയപ്പെടുന്നത് ന്യൂട്രോൺസ് ആണ്. ലൈറ്റസ്റ്റ് പാർട്ടിക്കിൾ എന്നറിയപ്പെടുന്നത് ഇലക്ട്രോൺസ് ആണ്. അതുപോലെ നമ്മൾ പറഞ്ഞു പ്രോട്ടോണിന്റെയോ ഇലക്ട്രോണിന്റെയോ എണ്ണത്തിനെ പറയുന്ന പേരാണ് ആറ്റോമിക് നമ്പർ. പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെയും ആകെ എണ്ണത്തിനെ പറയുന്ന പേരാണ് മാസ് നമ്പർ. പിന്നെ നമ്മൾ പറഞ്ഞത് ആറ്റത്തിലെ മൗലിക കണങ്ങൾ അല്ലാതെയുള്ള കണങ്ങളെ പറ്റിയാണ്. പോസിറ്റീവ്ലി ചാർജ് ഇലക്ട്രോൺസ് എന്നറിയപ്പെടുന്ന കണങ്ങളാണ് പോസിട്രോൺസ്. അത് കണ്ടുപിടിച്ചത് കാൾ ആൻഡേഴ്സൺ ആണ്. പാർട്ടിക്കിൾ ഓപ്പോസിറ്റ് ടു പ്രോട്ടോൺ എന്നറിയപ്പെടുന്ന ആന്റി പ്രോട്ടോൺസ് ആണ്. അത് കണ്ടുപിടിച്ചത് ഓവൻ ചേംബർലൈനും എമിലിയോ സെഗ്രിയുമാണ്. പാർട്ടിക്കിൾ ഓപ്പോസിറ്റ് ടു ന്യൂട്രോൺ എന്നറിയപ്പെടുന്നത് ആന്റി ന്യൂട്രോൺസ് ആണ്. അവ കണ്ടുപിടിച്ചയാളാണ് ബ്രൂസ് കോർക്ക്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് നമ്മളെപ്പോഴും കേൾക്കാറുള്ള 3 വാക്കുകളാണ്. ഐസോടോപ്സ്, ഐസോബാർസ്, ഐസോടോൺസ്. എന്താണ് ഐസോടോപ്പ്? അപ്പോൾ ആറ്റോമിക് നമ്പറിന്റെ ആരോഹണ ക്രമത്തിൽ അഥവാ അസെൻഡിങ് ഓർഡറിലാണ് പീരിയോഡിക് ടേബിൾ മൂലകങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നത് നമുക്കറിയാം. അപ്പോൾ ആറ്റോമിക് നമ്പർ 1 എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ ആണ്. ആറ്റോമിക് നമ്പർ 2 എന്ന് പറഞ്ഞാൽ ഹീലിയം ആണ്. ആറ്റോമിക് നമ്പർ 3 എന്ന് പറഞ്ഞാൽ ലിഥിയം ആണ്, അല്ലെ? അപ്പോൾ ഇവിടെ ആറ്റോമിക് നമ്പർ 1 ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതും ഹൈഡ്രജൻ ആണ്, ഇതും ഹൈഡ്രജൻ ആണ്, ഇതും ഹൈഡ്രജൻ ആണ്. അതേസമയം ഇതിന്റെ മാസ് നമ്പർ അല്ലെങ്കിൽ ആറ്റോമിക് മാസ് നോക്കുമ്പോൾ ഇവിടെ 1, ഇവിടെ 2, ഇവിടെ 3. എന്നാൽ ഇത് 3ഉം ഹൈഡ്രജനുമാണ്, അല്ലെ? അപ്പോൾ ഒരേ ആറ്റോമിക് നമ്പരും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരേ മൂലകത്തിന്റെ ആറ്റങ്ങളെ അറിയപ്പെടുന്ന പേരാണ് ഐസോടോപ്സ്. ഐസോടോപ്പിന്റെ ഡെഫിനിഷൻ എങ്ങനെ പറയാം? ഒരേ ആറ്റോമിക് നമ്പരും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരേ മൂലകത്തിന്റെ തന്നെ ആറ്റങ്ങളെ പറയുന്ന പേരാണ് ഐസോടോപ്സ്. മറ്റൊരു എക്സാമ്പിൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. 6 കാർബൺ 12, 6 കാർബൺ 14. രണ്ടും കാർബൺ ആറ്റങ്ങളാണ്. രണ്ടിന്റെ ആറ്റോമിക് നമ്പർ 6 ആണ്. പക്ഷേ ആറ്റോമിക് മാസുകളിൽ തമ്മിൽ വ്യത്യാസം. ഒന്ന് 12 ആണ്, ഒന്ന് 14 ആണ്. അപ്പോൾ നമ്മൾ ഡെഫിനിഷൻ മാത്രം പഠിച്ചു വെച്ചാൽ പോരെ. പരീക്ഷയ്ക്ക് 3-4 തരത്തിൽ ഈ ഐസോടോപ്പിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഐസോടോപ്പ് കണ്ടുപിടിച്ചതാരാണ്? ഐസോടോപ്പ് കണ്ടുപിടിച്ച വ്യക്തിയാണ് ഫ്രെഡറിക് സോഡി. ഫ്രെഡറിക് സോഡിയാണ് ഐസോടോപ്പ് കണ്ടുപിടിച്ചത്. അതും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ചോദിക്കുന്നത് ഐസോടോപ്സ് ആർ എന്ന് തരും. എന്നിട്ട് 4 ഡെഫിനിഷൻസ് തരും. അതിൽ നിന്ന് ഏതാണ് ഐസോടോപ്പ് എന്ന് നമ്മൾ കണ്ടെത്തുക. അതിന്റെ ഡെഫിനിഷൻ എന്ന് കണ്ടെത്തുക. അല്ലെങ്കിൽ ഡെഫിനിഷൻ ക്വസ്റ്റ്യൻ ആയിട്ട് തരും. അത് ഐസോടോപ്പ് ആണോ, ഐസോബാർ ആണോ, അലോട്രോപ്പ് ആണോ, ഐസോട്ടോൺ ആണോ എന്നുള്ളത് കണ്ടെത്തുക. പിന്നെ ചോദിക്കുന്നത് ഏത് കണത്തിന്റെ എണ്ണത്തിലുള്ള വ്യത്യാസമാണ് ഐസോടോപ്പ് ഉണ്ടാവാൻ കാരണം? ഇവിടെ പ്രോട്ടോണിന്റെയും ഇലക്ട്രോണിന്റെയും എണ്ണമാണിതെന്ന് നമുക്കറിയാം. P+N ആണിതെന്ന് അറിയാം. ഇവിടെ പ്രോട്ടോണിന്റെ എണ്ണം 1 ആണ്, ഇലക്ട്രോണിന്റെ എണ്ണം 1 ആണ്. ന്യൂട്രോൺ ഉണ്ടോ? 1H1 ന്യൂട്രോൺ ഇല്ല. അപ്പോൾ 1 + 0. ഇവിടെ പ്രോട്ടോണിന്റെ എണ്ണം 1, അതുകൊണ്ട് നമുക്കറിയാം. ന്യൂട്രോണിന്റെ എണ്ണം 1 ആണ്. ഇവിടെ ഒരു പ്രോട്ടോൺ ഉണ്ട്, 2 ന്യൂട്രോൺ. ഇവിടെ 3 അല്ലേ? P+N ആണ്. അപ്പോൾ 1 + 2. അപ്പൊ ഏത് കണത്തിന്റെ എണ്ണത്തിലുള്ള വ്യത്യാസമാണ് ഐസോടോപ്പ് ഉണ്ടാവാൻ കാരണം? അതെ, ന്യൂട്രോണിന്റെ എണ്ണത്തിലുള്ള വ്യത്യാസമാണ് ഐസോടോപ്പ് ഉണ്ടാവാൻ കാരണം. അതും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി ചോദിക്കുന്നത് ഇതുപോലെ എക്സാമ്പിൾസ് തരും. അവിടെ കാർബൺ ഒന്നും ആയിരിക്കത്തില്ല, ചിലപ്പോൾ X എന്നോ W എന്തെങ്കിലും സിമ്പിൾസ് ആയിരിക്കും തരുന്നത്. തന്നിരിക്കുന്ന ഓപ്ഷനകത്തുനിന്ന് ഏതൊക്കെയാണ് ഐസോടോപ്പുകൾ എന്ന് നമ്മൾ കണ്ടെത്തേണ്ടി വരും. അപ്പൊ അവിടെ നോക്കുക, ആറ്റോമിക് നമ്പർ സെയിം ആയിട്ടും മാസ് നമ്പർ ഡിഫറെന്റ് ആയിട്ടും വരുന്നത്. ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, സിമ്പിൾ രണ്ടും സെയിം ആയിരിക്കണം. കാർബണിന് C എന്നൊരു സിമ്പിൾ മാത്രമേ ഉള്ളൂ. CO എന്നോ CA എന്നോ ഒന്നും കൊടുത്താൽ അത് കാർബൺ അല്ല. CO എന്ന് കൊടുത്താൽ കൊബാൾട്ട് ആയിരിക്കും, CA എന്ന് കൊടുത്താൽ കാൽസ്യം ആയിരിക്കും, അല്ലെ? അപ്പൊ രണ്ടിനും C എന്ന് തന്നെയാണോ അല്ലെങ്കിൽ സെയിം സിമ്പിൾ തന്നെയാണോ കൊടുത്തിരിക്കുന്നത് നോക്കുക. ആറ്റോമിക് നമ്പർ സെയിം ആണോ എന്ന് ചെക്ക് ചെയ്യുക. മാസ് നമ്പർ ഡിഫറെന്റ് ആണോ എന്ന് നോക്കുക. അങ്ങനെയാണെങ്കിൽ അത് എന്തായിരിക്കും? ഐസോടോപ്പ് ആയിരിക്കും. ഐസോടോപ്പ് കണ്ടുപിടിച്ച വ്യക്തിയുടെ പേരാണ് ഫ്രെഡറിക് സോഡി. ഇനി രണ്ടാമത്തെ ടേം ആണ് ഐസോബാർസ്. ഐസോബാർസ് കണ്ടെത്തിയ ആളാണ് ആൽഫ്രഡ് വാൾട്ടർ
സ്റ്റുവാർട്ട്, ഒരു വ്യക്തി തന്നെയാണ്, ആൽഫ്രഡ് വാൾട്ടർ സ്റ്റുവാർട്ട് എന്ന് പറയുന്ന ആളാണ് ഐസോബാർ കണ്ടെത്തിയത്. ഐസോബാർ എന്താന്ന് നോക്കി, ഇവിടെ നമ്മൾ 2 എക്സാമ്പിൾസ് എഴുതിയിട്ടുണ്ട്. ആർഗൺ 18ാമത്തെ പീരിയോഡിക് ടേബിളിലെ 18ാമത്തെ എലമെന്റ് ആണ് ആർഗൺ. ആർഗന്റെ ആറ്റോമിക് നമ്പർ 18, അതിന്റെ ആറ്റോമിക് മാസ് എന്ന് പറയുന്നത് 40 ആണ്, 40. 20ാമത്തെ എലമെന്റ് ആണ് കാൽസ്യം, ആറ്റോമിക് നമ്പർ 20 ബട്ട് മാസ് നമ്പർ 40. രണ്ടിന്റെ ആറ്റോമിക് നമ്പർ 2 ആണ്, അതായത് 2 വ്യത്യസ്ത എലമെന്റ്സ് ആണ്, പക്ഷേ അവിടെ രണ്ടിന്റെയും ആറ്റോമിക് മാസുകൾ സെയിം ആണ്. അപ്പോൾ വ്യത്യസ്ത ആറ്റോമിക നമ്പരും ഒരേ മാസ് നമ്പറും ഉള്ള വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങളെ വിളിക്കുന്ന പേരാണ് ഐസോബാർസ്. Atoms having different atomic numbers and same mass numbers are called isobars. Okay? ഇനി മൂന്നാമത്തെ ടേം ആണ് ഐസോടോൺസ്. ഐസോടോൺസ് കണ്ടെത്തിയത് ഗഗൻഹൈമർ. എന്താണ് ഐസോടോൺ എന്ന് നോക്കൂ. ഇവിടെ നമ്മൾ 2 എക്സാമ്പിൾസ് കൊടുത്തിരിക്കുന്നു. ഒന്ന് 1s3. 1s3 എന്ന് പറയുന്നത് നമ്മുടെ ആദ്യം കണ്ട ട്രിഷ്യം, ഹൈഡ്രജന്റെ ഐസോട്ടോപ്പായ ട്രിഷ്യം ന്യൂക്ലിയസ് ആണ് എഴുതിയിരിക്കുന്ന 1s3. മറ്റൊരു എക്സാമ്പിൾ ഞാൻ കൊടുത്തിരിക്കുന്നത് 2he4 എന്ന് പറയുന്ന ഒരു ഹീലിയം ന്യൂക്ലിയസ്. ഇവിടെ രണ്ടിന്റെ ആറ്റോമിക് നമ്പർ ഡിഫറെന്റ് ആണ്. ഹൈഡ്രജൻ ആറ്റോമിക് നമ്പർ 1 ആണ്, ഹീലിയം ആറ്റോമിക് നമ്പർ 2 ആണ്. രണ്ടിന്റെ മാസ് നമ്പർ ഡിഫറെന്റ് ആണ്. ഇവിടെ 3 ആണ്, ഇവിടെ 4 ആണ്. എന്താ ഇവിടെയുള്ള പ്രത്യേകത? ആറ്റോമിക് നമ്പർ ഡിഫറെന്റ് ആണ്, മാസ് നമ്പർ ഡിഫറെന്റ് ആണ്. നോക്കൂ, ഇവിടെ പ്രോട്ടോണിന്റെ എണ്ണം 1 അല്ലേ, p+n എന്ന് പറയുന്നത് ഇവിടെ 1+2 ആണ് അല്ലേ. ഇവിടെയോ, ഇവിടെയും p+ എന്ന് പറയും. p+ എന്ന് പറഞ്ഞാൽ ഇവിടെ 2+, പ്രോട്ടോണിന്റെ എണ്ണം 2 ആണ്, ന്യൂട്രോണിന്റെ എണ്ണവും 2 ആണ്. അപ്പൊ എന്താ ഇവിടുത്തെ പ്രത്യേകത എന്ന് നോക്കി. ആറ്റോമിക് നമ്പർ ഡിഫറെന്റ് ആണ്, മാസ് നമ്പർ ഡിഫറെന്റ് ആണ്, പക്ഷേ ന്യൂട്രോണുകളുടെ എണ്ണം തുല്യമായിരിക്കും. അപ്പൊ ഐസോട്ടോണിന്റെ ഡെഫിനിഷൻ എങ്ങനെ പറയാൻ പറ്റും? വ്യത്യസ്ത ആറ്റോമിക നമ്പറും മാസ് നമ്പറും ഉള്ളതും ന്യൂട്രോണുകളുടെ എണ്ണം തുല്യവുമായ വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങളെ പറയുന്ന പേരാണ് ഐസോട്ടോൺസ്. ഒന്നുകൂടെ പറയാം. വ്യത്യസ്ത ആറ്റോമിക നമ്പറും മാസ് നമ്പറും ഉള്ളതും, വ്യത്യസ്ത ആറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറും ഉള്ളതും ന്യൂട്രോണുകളുടെ എണ്ണം തുല്യവുമായ വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങളെ വിളിക്കുന്ന പേരാണ് ഐസോടോൺസ്. ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുന്നു. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.